നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ചില സൂചനകളെക്കുറിച്ച്, സന്ദേശങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ. ചില വ്യക്തി മൂലം അല്ലെങ്കിൽ വ്യക്തികൾ മൂലം നിങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണകളുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലർ നിങ്ങളെ വിട്ടുപോയിട്ടുള്ളതായ സാഹചര്യം പോലുമുണ്ട്. ചില വ്യക്തികളുടെ എനർജി അത് അവർ നിങ്ങളെ വിട്ടുപോയതിലുള്ള വിഷമവുമായി ബന്ധപ്പെട്ടാകാം എന്നതും വാസ്തവമാണ്. അല്ലെങ്കിൽ ചില വ്യക്തികളുമായുള്ള അകൽച്ച നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്കിലും അതിന് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. തീരുമാനം കൃത്യമായി എടുക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വളരെ മോശമായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായി കാണുവാനായി സാധിക്കുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഏതെങ്കിലും തിരിച്ചടി ഇവർക്ക് നേരിട്ടിട്ടുള്ളതായ സാഹചര്യവുമുണ്ട്. അതായത് ചില വ്യക്തികളെ അമിതമായി വിശ്വസിച്ച് ഒരു പ്രധാനപ്പെട്ട സമയത്തോ അല്ലാതെയോ വിശ്വാസവഞ്ചന നേരിട്ടിട്ട് മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. പലരിൽ നിന്നും നിങ്ങൾക്ക് മോശമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം അവസ്ഥകൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ സ്വാധീനം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് ചെയ്യുവാൻ തടസ്സം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും ചെയ്യുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ആരാണോ നിങ്ങളെ നേർവഴിക്ക് നയിക്കാൻ തടസ്സപ്പെടുത്തുന്നത് അവർക്ക് തന്നെ ചില തിരിച്ചടികൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ചില മോശം അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ പ്രധാനമായും ചിന്തകളിൽ ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങളോട് വളരെയധികം സ്നേഹിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുവാനുള്ള സാധ്യതകളും ഈ സമയം വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രദാനം ചെയ്യാൻ പോകുന്നു എന്നതാണ് വാസ്തവം. അപ്രതീക്ഷിതമായി എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാം. ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സങ്കടങ്ങൾ, വിഷമങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക്, സ്ട്രക്കായി നിൽക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷ നേടുവാൻ, പുറത്തേക്ക് കടക്കുവാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത് സാധിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ പടുത്തുയർത്തിയതായ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും കൺമുൻപിൽ ഇത്തരം ആഗ്രഹങ്ങൾ തകർന്ന് വീഴുന്നതായ സാഹചര്യം പോലും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. വളരെയധികം സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ആഗ്രഹങ്ങളൊക്കെ നിമിഷങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് ഭഗവാനായി തന്നെ നിങ്ങൾക്ക് ചില സൂചനകൾ നൽകി അതിൽ നിന്നും ഒഴിവായി പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്നറിയാത്തതായ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. ജീവിതത്തിൽ ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കാത്തത് അത് എന്തുകൊണ്ടാണ് എന്ന് ഇവർക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അത്തരം ചില കാര്യങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിച്ചു എന്ന് വരാം. ഈ സന്ദേശം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നതിന് മുൻപ് ലഭിക്കാവുന്ന ഒരു സന്ദേശമായി തന്നെ അർത്ഥമാക്കാം.
ഹൃദയം തകർന്ന പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. പോസിറ്റീവായ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഭഗവാൻ കൂടെയുണ്ട് എന്ന സന്ദേശവും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ശ്രദ്ധയോടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് പരിശ്രമിക്കുന്നു എങ്കിൽ അത് വലിയൊരു വിജയമായി തീരുവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അപ്രതീക്ഷിതമായി ഒരുപാട് അനുഗ്രഹങ്ങൾ തേടി വരുന്നതായി കാണുവാനായി സാധിക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് അത്തരം വ്യക്തികളായി മാറുവാനുള്ള ഒരു അവസരമാണ് ഭഗവാൻ നൽകുന്നത്. അതായത് ദേഷ്യം, സങ്കടം ഇവയെല്ലാം നിയന്ത്രിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ദോഷമായി തീരാവുന്ന ഇത്തരം വികാരങ്ങളെ ഒഴിവാക്കി തന്നെ, അല്ലെങ്കിൽ അത് കൃത്യതയോടെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ക്ഷമ, കഴിവുകൾ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. തീരുമാനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ആശയങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറാവുന്നതുമാണ്. അത്തരത്തിൽ ഒരു പരിവർത്തന ഘട്ടത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നു എന്ന സന്ദേശവും ഇവിടെ ലഭിക്കുന്നതാണ്. ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങൾക്ക് മുൻപിലുള്ളത് എന്നതും വാസ്തവമാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല മാർഗങ്ങളിലൂടെയും സമ്പത്ത്, ധനനേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാം. നഷ്ടങ്ങൾ, സങ്കടങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് പല വിധത്തിലും തിരിച്ചറിവുകൾ നൽകുന്നു എന്നതാണ് വാസ്തവം. ഇനി വിജയത്തിന്റെ ഒരു സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. സാമ്പത്തികം എങ്ങനെ നേടിയെടുക്കണം എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക നഷ്ടങ്ങൾ എങ്ങനെ നികത്തണം, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളിൽ പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ അതൊരു പരിധിവരെയെങ്കിലും വിജയം കാണാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. സങ്കടങ്ങൾ കേട്ട് ആശ്വസിപ്പിക്കുവാൻ പലർക്കും സാധിച്ചു എന്ന് വരാം. പുതിയ സംരംഭങ്ങൾ പുതുതായി തുടക്കം കുറിക്കുന്നു എങ്കിൽ തീർച്ചയായും അതിലൊരു പുരോഗതി നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. തിരിച്ചറിവ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. പരിശ്രമിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം. പല കാര്യങ്ങളിലും നീതി ലഭിക്കാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നതാണ് വാസ്തവം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായ സാഹചര്യമുണ്ട്. നിഷ്കളങ്കമായുള്ള മനസ്സിനെ, തീർച്ചയായും സത്യസന്ധമായുള്ള മനസ്സിനെ മുതലെടുക്കുവാനായി പലരും ശ്രമിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും നീതി ലഭിക്കും. ഭഗവാൻ നിങ്ങൾക്ക് നീതി നൽകുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നതാണ് വാസ്തവം. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആവേശകരമായുള്ള സാഹസിക യാത്രകൾ പോലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പുതുവെളിച്ചം, അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരാം. അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ദുഷ്കരമായ സമയത്തിലൂടെയാകാം നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും എന്നൊരു സന്ദേശം, ആത്മവിശ്വാസം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. തീർച്ചയായും മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നു ചേരും. ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും. പെട്ടെന്നാണ് എങ്കിൽ പോലും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും. ഈ സമയം തീർച്ചയായും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കാം എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ മാറ്റം ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവർ പോലും നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പരീക്ഷണങ്ങൾ സംഭവിച്ചിരിക്കുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം.